ഹലോ ഗായ്സ്, എല്ലാവർക്കും സൂരജ് ഹെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൂരജ് പ്രസാദ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂരജ് ഹെയർ ടിപ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹെയർ പാക്കിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും, കാരണം അപ്പുറത്തെ വീട്ടിൽ കുറച്ച് പണിയൊക്കെ നടക്കുന്നതാണ്. അതുകൊണ്ടാണ് അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് വിട്ടേക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിട്ട് നമുക്ക് വീഡിയോയിലോട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എനിക്കൊരു സെക്കൻഡ് ചാനലുണ്ട്, സൂരജ് വ്ലോഗ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ആ ചാനലിൽ ഞാൻ കൂടുതലായിട്ടും മീനുകളെ പറ്റിയും, അതായത് ഗപ്പി വളർത്തലിനെ പറ്റിയൊക്കെയാണ് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇപ്പോൾ വേണ്ട, ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വയ്ക്കേണ്ട, ഇന്നത്തെ വീഡിയോയിലിട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയാണ്. പക്ഷേ ഇന്ന് ഞാൻ വീട്ടിലോട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ചെമ്പരത്തി പൂ ഇല്ലായിരുന്നു, ചെമ്പരത്തി ഇല. അത് കാരണം ചെമ്പരത്തി ഇല വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെമ്പരത്തി പൂ ഉണ്ടെങ്കിൽ ചെമ്പരത്തി പൂ മസ്റ്റായിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചെമ്പരത്തി പൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെമ്പരത്തി ഇലയാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിൻ്റെ അകത്തോട്ട് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് ഇടാം. അതിനുശേഷം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മുട്ടയുടെ വെള്ളയാണ്. അപ്പോൾ മുട്ടയുടെ വെള്ളയിൽ നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചെടുക്കാം. ഇതിനകത്തോട്ട് വേണമെങ്കിൽ നമുക്ക് അലോവേര ജെല്ല് ഉപയോഗിക്കാം. നാച്ചുറൽ അലോവേര ജെല്ല് ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അലോവേര ജെല്ല് എടുക്കേണ്ട. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ഒരു അല്പം വെള്ളം കൂടി ചേർത്തിട്ട് അത് നിങ്ങൾ തലയിൽ തേക്കാനായിട്ടും ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അതിനനുസരിച്ച് കൺസിസ്റ്റൻസി ആക്കി എടുക്കുക. ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കും, എന്നിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ സെറ്റാണ് കേട്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുത്തേച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കങ്ങനെ അരിച്ചെടുക്കണമെന്നും ഇഷ്ടമല്ല. അപ്പോൾ കാരണം ഒരുപാട് സമയമൊക്കെ പോവും. നമുക്ക് ഒട്ടും വൈകണം, നമുക്കിത് തലയിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തലയിൽ എണ്ണ എന്തെങ്കിലുമൊക്കെ തൂക്കണം കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കിയ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനതൊക്കെ തലയിൽ തേച്ച് ഇവിടെ സെറ്റായിട്ടിരിക്കണം. അപ്പോൾ ഇതൊന്നും തലയിലോട്ട് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതേ തലയിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു 15 മിനിറ്റ് ഇത് തലയിൽ വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് കഴുകിക്കളയുള്ളൂ. സാധാരണ വെള്ളത്തിൽ നമ്മൾ കഴുകിക്കളഞ്ഞ് വെച്ചാൽ മതി. പിന്നെ ഷാമ്പു ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചെമ്പരത്തി എന്ന് പറയുന്നത് ഒരു ഷാമ്പു ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഷാമ്പു ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തലയിൽ അപ്ലൈ ചെയ്യുക, എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം ഇപ്പോൾ ഹെയറൊക്കെ വാഷ് ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തത് കൊണ്ട് നമുക്കുണ്ടാകുന്നൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആകും. ഇത് കണ്ടോ, അത് നല്ല സ്മൂത്ത് ആകും ഹെയറും. അതുപോലെ തന്നെ ഒരു ഭയങ്കരമായിട്ടൊരു തിക്നെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇത് കണ്ടോ, നമ്മുടെ ഹെയറിൻ്റെ ബാക്ക് സൈഡ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും എൻ്റെ ഹെയറിൻ്റെ തിക്നെസ് എന്തോരമുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാവും. ആക്ച്വലി നമുക്ക് ഈ ഒരു ക്യാമറയിലോട്ട് നോക്കുന്ന അത്രയൊന്നും ഇല്ല. പക്ഷേ നമുക്ക് ഈ മുട്ടയുടെ വെള്ള തൂത്തത് കൊണ്ട് തന്നെ നമുക്ക് ഹെയറിന് നല്ല തിക്നെസ് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് ഹെയർ നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കാണ് നമുക്കത് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവുന്നത്. പിന്നെ ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്ത് നന്നായിട്ട് കൂട്ടുന്നതിന് സഹായിക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ കുറേ പേരൊക്കെ എന്നോട് കമൻ്റ് ആയിട്ട് ചോദിച്ചിരുന്നു എൻ്റെ ഹെയറിൻ്റെ ഗ്രോത്ത് ഇപ്പോൾ എന്തോരമായെന്നൊക്കെ. ഇതാണ് എൻ്റെ ഹെയറിൻ്റെ ലെങ്ത്ത്. ഏകദേശം കാണിച്ചു തരാം. ഇവിടം വരെ ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ഹെയർ പാക്ക് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതായത് എൻ്റെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഞാൻ അപ്ലൈ ചെയ്ത ഹെയർ പാക്കുകൾ ഏതൊക്കെയാണെന്നുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ സെക്കൻഡ് ചാനലും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.